ഓം വിഷ്ണുവായേ നമ. കേശാദിപാദം ശ്രീലയത്തിൽ വാഴും കേശവമായയെ കൈതൊഴുന്നേൻ. ക്ലേശമശേഷവും നീങ്ങുവാനായി വ്യോമ കേശനെ സന്തതം കൈതൊഴുന്നേൻ. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ പറയുന്ന വിഷയം എന്ന് പറയുന്നത് നമുക്ക് പ്രശ്നപരിഹാരങ്ങളാണ്. ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അത് നമ്മുടെ നാട്ടിലല്ല, വിദേശ രാജ്യങ്ങളിൽ നമ്മൾ സാധാരണ ഉള്ള വിദേശ രാജ്യങ്ങളിലായാലും ശരി, നമ്മൾ ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ ഇരിക്കുന്ന ഒരു സമയത്തായിരുന്നാലും ശരി, അതിപ്പോൾ ലണ്ടൻ ആയാലും അമേരിക്ക ആയാലും കാനഡ ആയാലും റഷ്യ ആയാലും ഏത് സ്ഥലത്തായാലും നമ്മൾ വിചാരിക്കും നമുക്ക് അവിടെയൊക്കെ ഇരിക്കുന്നവർക്കൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല, അവരെല്ലാം സന്തോഷവാന്മാരാണെന്ന്. പക്ഷേ പല പല വിഷയങ്ങളിൽപ്പെട്ട്, ജീവിതത്തിലെ പല ബുദ്ധിമുട്ടുകളിൽപ്പെട്ട്, അപ്പോൾ കുടുംബ പാരമ്പര്യങ്ങളിൽപ്പെട്ട്, നാട്ടിലവർക്ക് കുടുംബവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അല്ലെങ്കിൽ നാട്ടിലവർക്ക് അവിടെ സെറ്റിലാണെങ്കിൽ പോലും അവർക്ക് അവരുടെ ഒരു പാരമ്പര്യം അനുസരിച്ച് അവർ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ജനിച്ചു വളർന്നവരാണ്. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അറബ് രാജ്യങ്ങളിലായിരുന്നാലും ശരി, അല്ലെങ്കിൽ നാട്ടിൽ വരാൻ നിൽക്കുന്നവർ ആയിരുന്നാലും ശരി, അവർക്ക് അവരുടേതായ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ സാമ്പത്തിക പ്രശ്നമായിരിക്കാം, ദാമ്പത്യ പ്രശ്നമായിരിക്കാം, പാരമ്പര്യമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും വിഷ്ണുമായയിലൂടെ അതിൻ്റെ നൂലിഴ കണ്ടുപിടിച്ച് സ്വാമി അതിലൂടെ പരിഹാരം കണ്ടെത്തി അവരെ നന്മയിലേക്ക് നയിക്കുന്ന ഒരു പരിഹാരമാണ് വിഷ്ണുമായ പൂജാ പരിഹാരങ്ങൾ, വിഷ്ണുമായയുടെ ഉപാസന, പ്രാർത്ഥന, ഇതെല്ലാം. അപ്പോൾ എവിടെ ആയിരുന്നാലും ശരി, നമ്മൾ ലോകത്തിൻ്റെ ഏത് കോണിലായിരുന്നാലും ശരി, പിന്നെ നമ്മളിപ്പോൾ അറബ് രാജ്യങ്ങളിലായിട്ടുള്ള, അല്ലെങ്കിൽ ദുബായ്, അബുദാബി, ഖത്തർ, അങ്ങനെ പല രാജ്യങ്ങൾ, അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലായിരുന്നാലും ശരി, റഷ്യ, അമേരിക്ക, ലണ്ടൻ, കാനഡ, അപ്പോൾ ഇസ്രായേൽ, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലുള്ള ആൾക്കാർ. അപ്പോൾ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവർക്ക് അവിടെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ അതിലും നമുക്ക് അത്ഭുതമായി നമ്മുടെ സ്വാമി നമ്മളെ കൂടെ ഒപ്പം തന്നെ നിന്ന് ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടുകൊടുക്കുന്നുണ്ട്. ഒരുപാട് അനുഭവങ്ങളുണ്ട് ജീവിതത്തിൽ. അപ്പോൾ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഇവിടെയും പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ പരിഹാരങ്ങൾക്കായുണ്ടെങ്കിൽ സ്വാമിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവും. സ്വാമി പ്രാർത്ഥിക്കുക, സ്വാമി ഉപാസിക്കുക, അല്ലെങ്കിൽ സ്വാമിയിലൂടെ ആ പാരമ്പര്യമായി നിലനിൽക്കുന്ന ആ പ്രശ്നങ്ങളെ തരണം ചെയ്ത് ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ചിലപ്പോൾ ധാരാളം സമ്പത്ത് നമുക്കുണ്ടാവും, പക്ഷേ അതിലുപരി നമ്മുടെ പ്രശ്നങ്ങൾ അതിലേക്കാളും ഗുരുതരമായ അവസ്ഥയിലായിരിക്കാം. എന്തു തന്നെയായിരുന്നാലും ശരി, സ്വാമി നിങ്ങളെ അനുഗ്രഹിക്കും. സ്വാമി വിഷ്ണുവായ സ്വാമിയോട് നമുക്ക് ചെറിയൊരു പ്രാർത്ഥനയും, അല്ലെങ്കിൽ ചെറിയൊരു കടപ്പാട്, ചെറിയൊരു മനസ്സിലൊരു പ്രാർത്ഥന, മനസ്സിലൊരു ധ്യാനം ആ സ്വാമി അന്ന് മാത്രം പറ്റുള്ളൂ വെച്ചാൽ അതായാലും മതി. നമ്മൾ ആ സ്വാമിക്ക് ചെയ്യുന്ന കർമ്മങ്ങളിലൂടെ, 21 ദിവസത്തേക്ക് ചെയ്യുന്ന കർമ്മങ്ങളിലൂടെ സ്വാമി നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു വഴിത്തിരിവാവും. സ്വാമി നിങ്ങളെ നല്ലൊരു സ്ഥാനത്ത് കൊണ്ടെത്തിക്കും. വിഷ്ണുവായ സ്വാമി അനുഗ്രഹിക്കട്ടെ. ഓം വിഷ്ണുവായേ നമഃ.